ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനുവിനെ കോടതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അനുവിൻ്റെയും അലോകിൻ്റെയും കേസിൻ്റെ ആ ഒരു വിചാരണയ്ക്ക് വേണ്ടിയിട്ട്. ഗോമതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ. ബാലനോട് പറയണ്ടേ, ഞാനും കൂടി വാരട്ടെ. വേണ്ട വേണ്ട, നീ ഇപ്പോൾ വരാൻ നിൽക്കണ്ട, ഞാനും അനുമോളും മാത്രം പോകുന്നുള്ളൂ എന്ന് പറയാണ്. പക്ഷെ പോകുമ്പോൾ ആര്യനും കൂടി പോകുന്നുണ്ട് കേട്ടോ, പിന്നെ മീനാക്ഷിയും പോകുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ടാണ് കോടതിയിലേക്ക് പോകുന്നത്. അതേസമയം അച്യുതനോട് രാജശ്രീ ചോദിക്കേണ്ടേ, ഇനി കോടതിയിൽ എന്താകും, നമ്മുടെ മോനെ ജാമ്യം കിട്ടുമായിരിക്കും അച്യുതേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അച്യുതൻ പറയണ്ടേ, അവനുണ്ടല്ലോ ആ ബാലൻ, അവൻ്റെ മോളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും കോടതിയിൽ എന്തൊക്കെയാണ് പറയേണ്ടത്. നമ്മുടെ മോനെ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം തന്നെ അവർ ചെയ്യുന്നുണ്ടാവും. എൻ്റെ മോന് തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ പിന്നെ ആരും നോക്കില്ല, എനിക്ക് എൻ്റെ മോനാണ് വലുത് എന്നൊക്കെ രാജശ്രീ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ ബാലനെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. ബാലന്റെ കാല് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അലോകിനെ പുറത്തിറക്കണം എന്ന് പറയാനായിട്ട്. അങ്ങനെ ബാലനെ കണ്ടിട്ട് ബാലനോട് പറയുന്നുണ്ട്, മുത്തശ്ശി എങ്ങനെയെങ്കിലൊക്കെ അലോക് ചെയ്ത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അവനെ കൈവിടാൻ പറ്റുമോ? എൻ്റെ കൊച്ചുമകനല്ലേ, ആര്യനെയും ആകാശിനെയും അതുപോലെ തന്നെ മിത്രേനെയും എല്ലാവരെയും പോലെ തന്നെ അവനും എൻ്റെ കൊച്ചുമകൻ തന്നെയാണ്. അവന് എന്തെങ്കിലുമൊക്കെ ബാല ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കാവോ എന്നൊക്കെ ബാലനോട് ചോദിക്കണ്ടെങ്കിൽ ബാലൻ പാടില്ല, അമ്മ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ മോൾ അനുഭവിച്ച ക്രൂരതകൾ എനിക്ക് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. അവൾക്ക് വേണ്ടി അച്ഛനെന്ന സ്ഥാനത്തിരുന്നിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ അമ്മ ഒന്നും പറയണ്ട. അമ്മയുടെ മകനെന്നല്ല, ഇപ്പം എൻ്റെ മകനാണ് ഈ തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ ഇതുപോലത്തെ നിലപാട് തന്നെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോകണ്ട്. ക്ഷമിക്കണം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോവാണ്. മുത്തശ്ശിക്ക് ആകെ വിഷമമായി പോവാണ്. ബാലൻ ഇങ്ങനെ സമ്മതിക്കുമെന്നൊക്കെ വെച്ചിട്ട് മുത്തശ്ശി പോയി കേട്ടോ. പക്ഷെ ബാലൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പോൾ ഇനി കാണിക്കാൻ പോണത് ബാലൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ബാലൻ പറയണ്ട്, അമ്പലത്തിൽ പോയപ്പോൾ അമ്മേനെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഗോമതി ചോദിക്കണ്ടിട്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ അമ്മ അലോകിനെ സപ്പോർട്ടായിട്ടാണ് പറഞ്ഞത്. ഈ ഒരു പ്രാവശ്യത്തേക്ക് അവനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അലോകിനെ പോലെ തന്നെയാണ് എൻ്റെ മോൾ അനുഭവിച്ചതിനൊക്കെ ഞാൻ. അപ്പോൾ ആരുടേത് കണക്ക് ചോദിക്കും. അപ്പോൾ ഗോമതി പറഞ്ഞത് നന്നായി ബാലേട്ടാ, അമ്മയാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മോൾ അനുഭവിച്ച ക്രൂരതകൾ അത് പുറം ലോകം അറിയണം. അത് മാത്രമല്ല അലോക് അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അത്രയും ഞാനും കരുതുന്നുള്ള ഗോമതി എന്ന് ബാലനും പറയുന്നുണ്ട്. അങ്ങനെ അനുവിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട. ആര്യനും മീനാക്ഷിയും ഇത്രയും കൂടി ചേർന്നിട്ട് കോടതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും നടന്ന സംഭവങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ വക്കീലിൽ നിന്നോട് പറയേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരും. ആ രീതിയിലും കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയുമ്പോൾ ശരി എന്നൊക്കെ പറയാനും സമ്മതിക്കണ്ടെങ്കിലും അനുവിൻ്റെ കയ്യും കാലക്കിങ്ങനെ പടപടാന്നിങ്ങനെ വിറയ്ക്കുക കേട്ടോ. അങ്ങനെ കോടതിയിൽ ആദ്യം എത്തുന്നത് നമ്മുടെ ആര്യനും മീനാക്ഷിയും ബാലനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനുവാണ്. ബാലൻ വേഗം അനുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് വിചാരിക്കണം. പക്ഷെ അനുക്കൊരു സപ്പോർട്ടായിട്ടാണ് ആര്യനെയും മീനാക്ഷിനെയും കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. അവിടെ എത്തിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴാണ് അലോകിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ വരുന്നത്. അലോകിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആര്യനും ബാലനൊക്കെ ദേഷ്യം വരും കേട്ടോ. മീനാക്ഷിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ അനുക്ക് പേടിയാണ് തോന്നുന്നത്. അലോക് അനു ഒന്ന് നോക്കുന്നുണ്ട്. ശേഷം പോലീസുകാർക്ക് പറയണ്ട, സർ എനിക്ക് ഒന്ന് അനുവിനോടൊന്ന് സംസാരിക്കണമെന്ന് പറയണം. അതൊന്നും പറ്റുമെന്നില്ല, കോടതിയിൽ കയറുന്ന സമയത്ത് ആരോടും സംസാരിക്കാൻ പറ്റില്ല സർ. ഒരൊറ്റ വാക്ക് എനിക്ക് ഒന്ന് അവളോട് പറയണം. ശരി, ഒരു 2 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം വരാൻ നോക്ക് എന്ന് പറയണം. പിന്നെ നിന്റെ ഭീഷണിപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല, അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. ഇല്ല സാറേ, ഭീഷണിപ്പെടുത്താനൊന്നല്ല, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അലോക് പോലീസുകാരുടെ കൂടെ തന്നെയാണ് അനുവിൻ്റെ അടുത്തേക്ക് പോണത്. അനുവിനോട് പറയണ്ട്, അനു ഞാൻ നിന്നോട് ചെയ്തല്ല വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ അതെല്ലാം ഇപ്പം മനസ്സിലാക്കുന്നു, പശ്ചാത്തപിക്കുന്നു. അതിന് എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട് അനു. നീ എനിക്ക് കോടതിയിൽ എത്ര ശിക്ഷ വാങ്ങി തന്നാലും അതൊന്നും അധികമാവില്ല. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മുമ്പ് നിന്നോട് സ്നേഹം ഞാൻ അഭിനയിച്ചതാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു അനു, ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടത് ഇപ്പോഴാണത്, ഈ സമയത്താണ്. പിന്നെ ഒരു കാര്യം കൂടി അനു, നീ എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമിച്ചെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. കോടതിയിൽ നീ എന്ത് പറഞ്ഞാലും, നീ അനുഭവിച്ച ക്രൂരതകളോ ഇല്ലാത്ത കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷെ നീ എന്നോട് ക്ഷമിച്ചെന്ന് പറയാനു എന്ന് പറയുമ്പോഴേക്കും അവിടെ കാര്യം വേണ്ട, എടാ എന്താടാ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അലോകിനെ അവിടെ നാട്ടി ഓടിക്കട്ടെ. സാറേ ഇവനെ കൊണ്ടുപോകും, കോടതിക്ക് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, സാറിന് അറിയില്ലേ എന്ന് പറയുമ്പോഴേക്കും അലോകിനെ കൂട്ടിക്കൊണ്ട് പോലീസുകാരെ അകത്തേക്ക് പോകണപ്പോഴേക്കും അനുവിന്റെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ടോ. അലോക് പേടിച്ച് വരച്ച പോലെ കണ്ണ് നിറഞ്ഞിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവിന്റെ മനസ്സിൽ എവിടെയൊക്കെ ഒന്ന് കയറി പറ്റുവാണ്. അങ്ങനെ അനുവിനോട് ആര്യം പറഞ്ഞിട്ട്, അവൻ പറഞ്ഞതൊന്ന് കേൾക്കണ്ട മോളെ, അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മോളത്ത് അങ്ങനെയൊക്കെ സംസാരിക്കണം, അവൻ കൊടും കള്ളനാണ്, അവൻ ദേവിയെടുത്ത് കാണിച്ചതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ അനുവിനെ വീണ്ടും ശക്തി കൊടുക്കുകയാണ് ആര്യൻ കേട്ടോ. അങ്ങനെ കോടതി വിചാരണ തുടങ്ങി. അലോകിനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലന്മാരെ അങ്ങനെ അനുവിനെ വിളിക്കുകയാണ്.
കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട്. കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് അലോകിന്റെ വക്കീൽ ശ്രമിക്കുന്നത് കേട്ടോ. നീ ഇവനെ സ്നേഹിച്ച് പറ്റിച്ചതല്ലേ വിവാഹത്തലേന്ന്, എന്നിട്ട് നീ ഇവൻ വിളിച്ചപ്പോഴേക്കും നീ ആയിട്ടല്ലേ ഇവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയത്, എന്നിട്ട് ഇവൻ തട്ടിക്കൊണ്ട് പോകുന്ന പുതിയ കഥയുണ്ടാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ ഭയങ്കരമായിട്ട് മോശക്കാരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഇത് കേൾക്കുമ്പോൾ അനുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അനുവിനോട് ബാലനൊക്കെ അവിടെ നിന്ന് കാണിക്കണം, മോളെ ഇതൊക്കെ ഇങ്ങനെ അവരിങ്ങനെയൊക്കെ പറയും, മോൾ അതിലൊന്നും വീണ് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ അനുവിന്റെ വക്കീൽ ഈ ആദ്യം അലോകിന്റെ വക്കീലാണ് അനുവിനോട് സംസാരിക്കണം, അതിന് ശേഷമാണ് അനുവിന്റെ വക്കീൽ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അനുക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലായി പോവാണ്. അനു ആകെ പേടിച്ച് വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറയേണ്ട കാര്യങ്ങളൊന്നും പറയാൻ പോലും അനുവിനെ പറ്റുന്നില്ല. അപ്പൊ അതന്നെയായിരുന്നു അലോകിന്റെ വക്കീലിന്റെയും ഉദ്ദേശം. അങ്ങനെ ഈ കേസ് വീണ്ടും നീട്ടിവെക്കാണ്, അലോകിന്റെ ജാമ്യം കിട്ടുകയാണ്. അങ്ങനെ അതേ ഫ്രണ്ട്സ്, അങ്ങനെ അലോകിന്റെ ജാമ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ജാമ്യം കിട്ടുമ്പോഴും അലോക് അനുവിനടുത്ത് ഇത് പതുക്കെ സമൂഹമായിട്ടൊക്കെ സംസാരിക്കുള്ളൂ. കാരണം അലോകിനെ ഇനി ആവശ്യമുണ്ടല്ലോ, ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോണ വരെ അനുവിന്റെ കാല് പിടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് അനുവിന്റെ കാല് പിടിക്കാനും തയ്യാറായിട്ട് അലോക് നടക്കുന്ന സമയത്ത് നമ്മുടെ ആനന്ദിനെ അങ്ങനെ കാത്തിരുന്ന് അവസാനം കള്ളനെ കയ്യിൽ കിട്ടിയട്ടോ. നമ്മുടെ ഉദയഭാൻ എന്ന് പറഞ്ഞ കള്ളനെ കയ്യിൽ കിട്ടി. അതായത് പൈസ മോഷ്ടിക്കുന്നത് കറക്റ്റ് ആയിട്ട് കണ്ടു. കാരണം ഇവര് കോടതി പോണ സമയത്ത് വേറെ ആരും കടയിലില്ല, നമ്മുടെ ദേവിയും അതുപോലെ തന്നെ രാമേട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അന്നത്തെ കച്ചവടത്തിന്റെ ഫുൾ പൈസയും അടിച്ചു മാറ്റി കൊണ്ടുപോവാണ് നമ്മുടെ ഉദയഭാനു. അപ്പൊ നമ്മുടെ ദേവിക്ക് കാര്യം മനസ്സിലായിട്ടോ, മോഷ്ടിച്ചത് വേറെ ആരുമല്ല തൻ്റെ അച്ഛനാണെന്ന്. അല്ലെങ്കിലും തന്നെ ഇന്ന് തന്നെ നമ്മുടെ ദേവിക്ക് സംശയമൊക്കെ ഉണ്ട് തൻ്റെ അച്ഛനാണോ ഇതിന് പിന്നിലെന്ന്. അങ്ങനെ ഇരിക്കെ തന്നെയാണ് അച്ഛനെ കൈയോടെ ദേവി പിടിക്കുന്നത്. പക്ഷെ അപ്പോഴും അച്ഛൻ പോയി കേട്ടാണ് മനസ്സിലാക്കട്ടോ ഉദയഭാനു മോഷ്ടിച്ചു എന്ന്. പക്ഷെ ഈ ഉദയഭാനു മോഷ്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് നമ്മുടെ ആനന്ദിന്റെ കയ്യിലേക്ക് കിട്ടാണ്. ആനന്ദ് ഇത് ആകെ ടെൻഷൻ ആവാണ്. ഈശ്വരി ഇത് ആരെയാണ് ആദ്യം കാണിക്കേണ്ടത്? അച്ഛനെ കാണിച്ച അച്ഛന് വിഷമോകുമെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞല്ലേ പറ്റൂ. അത് മാത്രല്ല ദേവി എന്ന് പറഞ്ഞൊരു സംഭവത്തിന് തൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കുകയും വേണ്ടേ. അപ്പൊ അതിനെല്ലാത്തിനുള്ളൊരു തുറുപ്പ് ചീട്ടാണ് ഈ വീഡിയോ. അതിപ്പോ ആരെയാണ് ആദ്യം കാണിക്കേണ്ടതെന്ന് എന്നിങ്ങനെ ആനന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആനന്ദ് സത്യങ്ങളൊക്കെ മറ്റുള്ളവരോട് കാണിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അങ്ങനെ ജാമ്യം കിട്ടിയ അലോക് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും രാജശ്രീ, മോനെ അലോകെ നിനക്ക് ജാമ്യം കിട്ടിയോടാ, എനിക്ക് 2 വർത്തമാനം അനുവിനോടൊന്ന് പറയണം എന്നൊക്കെ പണ്ട് ദേഷ്യത്തിൽ പോകുമ്പോൾ അലോക് പണ്ടമ്മേ അവളോട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, ദേ പോലീസുകാർ എന്റെ പിന്നാലെ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും വരാം. അതുകൊണ്ട് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ശത്രു ഇതൊന്നും കുറച്ച് നാളത്തേക്ക് വേണ്ട, അവളോട് മയപ്പെട്ട രീതി വേണം സംസാരിക്കാൻ, നമ്മുടെ സ്വഭാവം മാറിയെന്ന് അവര് തെറ്റിദ്ധരിക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ അനു പുറത്തിറങ്ങുമ്പോഴൊക്കെ സോറി മാപ്പൊക്കെ പറഞ്ഞ് പഴയ പ്രണയ നാടകം വീണ്ടും പുറത്തേക്ക് എടുക്കാട്ട് അലോക്. അതിൽ അനു വീഴുന്നില്ലെങ്കിലും അലോകിനെ ചെറുതായിട്ടൊന്ന് വിശ്വസിക്കുന്ന മട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവൻ, ഈ കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവൻ വരുന്നുണ്ട്. അത് നമുക്ക് വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ സാധിക്കുമായിരിക്കും. ജീവൻ വന്നിട്ട് അനുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് അങ്ങോട്ട് പറയാണ്. പക്ഷെ അനു സമ്മതിക്കണില്ല. പക്ഷെ ജീവനാണെങ്കിലോ അനുവിനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ, എത്ര വർഷം കാത്തിരുന്നാലും കുഴപ്പമില്ല, വിവാഹം ഒന്നും ഉണ്ടെങ്കിൽ അത് അനുവിന്റെ കൂടെ തന്നെ ആയിരിക്കും ഉറപ്പിച്ചങ്ങ് പറയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നാളത്തെയും മറ്റന്നാളത്തെയും ഇനി വരാൻ പോകുന്ന ആഴ്ചയിലും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടി കാത്തിരിക്കാം. വീക്കെൻഡ് പ്രൊമോ എന്തായാലും വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.